ഇതാണ് നമ്മുടെ കോളേജ് വരുന്നത്, പത്മശ്രീ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസ്. നമ്മുടെ കോളേജ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരിലെ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ കോളേജിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാക് A++ കോളേജാണ്. അതായത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ 1120 കോളേജുകളുണ്ട്. അതിൽ 3 കോളേജിന് മാത്രമേ നാക് A++ ഉള്ളൂ. അതിലൊരു കോളേജാണ് പത്മശ്രീ കോളേജ് വരുന്നത്. നമ്മുടെ കോളേജ് 27 വർഷം മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. അതുപോലെ തന്നെ 15+ അഫിലിയേഷൻസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ 60+ കോഴ്സസ് ഉണ്ട്, 250 പ്രൊഫസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3000+ സ്റ്റുഡൻസ് ഉണ്ട്. സോ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് ഇൻ ബാംഗ്ലൂർ ആണ്. ഇവിടെ നമുക്ക് വരുന്ന കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള കോഴ്സാണ്. അതായത് BCA SOC സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. നിങ്ങളിപ്പോൾ നോർമൽ സൈബർ സെക്യൂരിറ്റി മാത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയല്ല നമ്മുടെ കോഴ്സ് വരുന്നത്. നമ്മുടെ കോഴ്സ് വരുന്ന ഒരു 3 കൈൻഡ് ഓഫ് വേർട്ടിക്കൽ, അതായത് ഒരു കോംബോ സെക്യൂരിറ്റിയാണ് നമുക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഓഫീസ് സെക്യൂരിറ്റിയാണ്. അതായത് കോർപ്പറേറ്റ് ഓഫീസ് സെക്യൂരിറ്റികൾ, അതായത് കോർപ്പറേറ്റ് ഓഫീസുകൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂർ ആക്കണം. ഇപ്പോൾ IBM, അതുപോലെ ആക്സെഞ്ചർ, ഇൻഫോസിസ്, ഇവരൊക്കെ വലിയ വലിയ ഓഫീസുകളിലെ എല്ലാ ഡാറ്റയും, ഒരു ഡാറ്റ പോലും അവിടുന്ന് പോവാതെ, ഒരു സ്റ്റാഫിന് പോലും അവിടുത്തെ ഒരു ഡാറ്റ ആക്സസ് കിട്ടാതെ ആ ഓഫീസിൻ്റെ ഉള്ളിലെ എല്ലാ ഡാറ്റയും സെക്യൂർ ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് CCNA ആണ്. അതായത് ബേസിക് ആണ് നമ്മൾ പഠിക്കുന്നത്, CCNA നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് നമ്മൾ സിസ്കോ സെക്യൂരിറ്റിയിലോട്ട് പോകും. കാരണം വേൾഡിൽ 80% നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് ഏത്, സിസ്കോ. അത് കഴിഞ്ഞ് പാലോ ആൾട്ടോ സെക്യൂരിറ്റി. സോ പാലോ ആൾട്ടോ സെക്യൂരിറ്റി, സിസ്കോ സെക്യൂരിറ്റി കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു കോർപ്പറേറ്റ് ഓഫീസ്, ഇതുപോലത്തെ വലിയ വലിയ IBM ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ചെയ്യണം എന്ന് എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഞാൻ പറഞ്ഞു 3 കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് സെക്യൂരിറ്റിയാണ്. അതായത് ഇനി ഉള്ള കാലഘട്ടത്തിൽ എല്ലാം ക്ലൗഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഫോണും അതുപോലെ നിങ്ങളുടെ ലാപ്ടോപ്പും എല്ലാ സ്റ്റോറേജുകളും എന്താണ്, കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡാറ്റ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മൾ ഐക്ലൗഡിലുള്ള ഡാറ്റ നമ്മുടെ പേഴ്സണൽ ഡാറ്റ, നമ്മുടെ ഒഫീഷ്യൽ ഡാറ്റ, എല്ലാ ഡാറ്റയും അതിനകത്തുണ്ടാവും. സോ ഈ ഡാറ്റ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു പെൻഡ്രൈവിൽ ഒരു ഡാറ്റ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആ പെൻഡ്രൈവ് ഇവിടെ ഇരിക്കുകയാണ്, സോ ഈ ഡാറ്റ സേഫ് ആണെന്ന്. പക്ഷെ നമ്മുടെ ഡാറ്റാസ് നമ്മൾ ഐക്ലൗഡിലോട്ട് മാറ്റുമ്പോൾ ഈ ഒരു ക്ലൗഡിലുള്ള ഡാറ്റനെ സെക്യൂർ ചെയ്യാനാണ് ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. കാരണം എല്ലാം ഇപ്പോൾ സെർവേഴ്സ് ആണെങ്കിലും എല്ലാം കമ്പനികൾ എന്ത് ചെയ്യാണ്, അവർ ഐക്ലൗഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ക്ലൗഡിൽ സെക്യൂരിറ്റി കൊടുക്കാതെ നമ്മൾ സൈബർ സെക്യൂരിറ്റി മാത്രം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓഫീസ് സെക്യൂരിറ്റി മാത്രം കൊടുത്തിട്ട് എന്തില്ല, കാര്യമില്ല. അപ്പോൾ ഈ കോഴ്സിൽ ഞാൻ പറഞ്ഞു 3 കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ രണ്ടാമത്താണ് എന്ത്, ക്ലൗഡ് സെക്യൂരിറ്റി. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇനിയൊക്കെ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് ഫോണൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഫോണിൽ സ്റ്റോറേജ് ആയിട്ട് വരില്ല, നമുക്ക് ഇത്ര ക്ലൗഡ് സ്റ്റോറേജ് ആണ് അവർ എന്ത് തരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു 400 GB ക്ലൗഡ് സ്റ്റോറേജ് വരും. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാലഘട്ടം വരുമ്പോൾ ഇനി അങ്ങോട്ട് ക്ലൗഡിന് എങ്ങനെ സെക്യൂർഡ് ആക്കുന്നതാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇതിന് നമുക്ക് 120 hours തിയറിയും 120 hours പ്രാക്ടിക്കലുമാണ് നമുക്ക് വരുന്നത്. സോ ഞാൻ പറഞ്ഞു ഇനി 3ാമത്തെ കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നോർമൽ കള്ളന്മാരെ, അതായത് നമ്മുടെ സാധാ കള്ളന്മാരുള്ള കാര്യം കൂടുതൽ സൈബറിലാണെന്ന് കള്ളന്മാരുള്ളത് അല്ലേ. അപ്പൊ നമ്മുടെ എല്ലാ സൈബർ സെക്യൂരിറ്റി, അതായത് നമ്മൾ ഇവിടെ സൈബർ സെക്യൂർഡ് ആക്കണം. അതായത് നമ്മുടെ ഓരോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക്, ആ ബാങ്കിന്റെ ഓരോ ട്രാൻസാക്ഷനും ഒരു OTP നമുക്ക് അവർക്ക് മാറ്റി അവരെ ഫോണിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പൈസ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത് നിങ്ങളെ എത്തിക്കൽ ഹാക്കിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് എങ്ങനെ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എത്തിക്കൽ ഹാക്കിംഗ്. ആ വേർഡ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യുന്നതിന്റെ എത്തിക്സ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ കയറി, ഇപ്പോൾ പല കുട്ടികളും ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ് ഞാൻ പറയുന്നത്. അവർ ഒരു ലാപ്ടോപ്പും ഒരു ഓഫീസ് സ്പേസും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ കയറും. എന്നിട്ട് അവർ എല്ലാ ആസ്പെക്റ്റും ചെക്ക് ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ, അതായത് ഒരു ഹാക്കറിന് കയറി ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോൾ അവർ നോട്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർക്കൊരു മെയിൽ അയക്കും. അപ്പോൾ തിരിച്ച് അവരെന്ത് ചെയ്യും, ഒരു താങ്ക്സ് ഓഫ് നോട്ട് അയച്ചിട്ട് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഈ ഒരു പേഴ്സൺ അവരെന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം അത്ര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഈ പറഞ്ഞ മെയിൻ പേയ്മെന്റ് ഗേറ്റ് വേ വെച്ച് ചെയ്യുന്ന എല്ലാവരും, നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എവിടെയാണ്, ഓൺലൈനിലാണ് അല്ലേ. നമ്മൾ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് പേയ്മെന്റ് ഗേറ്റ് വേ, അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ്, UPI എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈനിലോട്ട് വന്നു. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടും ഓരോ ട്രാൻസാക്ഷനും, ഓരോ വെബ്സൈറ്റിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷനും പ്രോപ്പറായിട്ട് സൈബർ രീതിയിൽ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സിൽ പഠിക്കുന്നത്. പിന്നെ പെനട്രേഷൻ ടെസ്റ്റ് പഠിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മളൊരു ടെസ്റ്റ് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോ എൻഡിലും നമ്മൾ എന്ത് ചെയ്യും,
ചെക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു ലൂപ്പോൾ വഴി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മളെ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റുകളും കമ്പനിയുടെ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ കമ്പനിയുടെ സൈബറായിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവർക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ ആ ഡാറ്റാസ് എല്ലാം സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി വരുന്നത്. സോ ഇവിടെയും നമുക്ക് എന്താണ് ഒരു 120 hours തിയറി നമ്മൾ പഠിക്കും, അതുപോലെ 120 hours എന്ത് ചെയ്യും പ്രാക്ടിക്കൽ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 പ്രോഗ്രാംസാണ് വരുന്നത്. ഒന്ന് BCA SOC, അതുപോലെ തന്നെ BCA യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺടാക്ട് സെന്റർ. ഈ 2 പ്രോഗ്രാംസും നമുക്ക് പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടില്ല, നിങ്ങളുടെ ഫീസ് കംപ്ലീറ്റ്ലി എന്താണ് റീഫണ്ട് ആണ്. അതുപോലെ SOCയുടെ കൂടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് വരുന്നത് ദുബൈയിലെ ഇന്റർനെറ്റ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഈ കോഴ്സിന്റെ കൂടെയുള്ള പാക്കേജിൽ ഫ്രീ ആണ്. ഓക്കെ.